ടി ജി, ഈ ബംഗ്ലാദേശ് ശരിക്കും ഇന്ത്യയുമായി ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ധാക്കയിൽ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവികളുണ്ട്. പാകിസ്ഥാൻ ജനറൽ നേരിട്ട് പോയി ക്ഷണിച്ചുകൊണ്ട് വന്നതാണ് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി. പക്ഷെ അവർ വന്നപ്പോൾ ഇന്നലെ ഒരു സൈനിക ഹെലികോപ്റ്ററിൽ കയറ്റി അവിടുത്തെ മുതിർന്ന 3 സൈനിക ഉദ്യോഗസ്ഥരെ നമ്മളെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ സിലിഗുരി, ചിക്കൻ നെക്ക് എന്ന് പറയുന്ന അവിടെ കൊണ്ടുപോയി അവരെ പാകിസ്ഥാൻ സൈനിക മേധാവികളെ ബംഗ്ലാദേശികൾ അത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്താണ് ഇതിലൂടെ അവരുദ്ദേശിക്കുന്നത്? അല്ല, ബംഗ്ലാദേശികളത് കാണാത്തതൊന്നുമല്ല, ഇവരോട് പോയി കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പാകിസ്ഥാൻ്റെ ഒരു അന്ത്യശ്വാസ വലിയാണ്. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്, ബംഗ്ലാദേശിൻ്റെ പേര് മാറ്റി ഈസ്റ്റ് പാകിസ്ഥാൻ ആക്കണം എന്നവരാഗ്രഹിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ, ഇങ്ങനൊരു പേര്. അതിൻ്റെ കുറേ നിവേദനമൊക്കെ മുഹമ്മദ് യൂനിസിൻ്റെ അടുത്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. മുഹമ്മദ് യൂനിസ് ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ തട്ടി കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് മുഹമ്മദ് യൂനിസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെ ബംഗ്ലാദേശ് പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് 20 മേജർമാരെയോ മറ്റോ വിളിച്ചുകൊണ്ട് വന്നു. അവരാണ് ഈ പറഞ്ഞ സർക്കസൊക്കെ കാണിക്കുന്നത്. നമ്മളെ സമയത്തോളം ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി ഒരു 94% കമ്പി വേലിയിട്ട് തീർന്നു. ബാക്കി 6% വളരെ ധൃതി പിടിച്ചിപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. BSFൻ്റെ ഫോഴ്സ് നമ്മളെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ ഐസൊലേറ്റ് ചെയ്യുക. അവിടെ എങ്ങനെയെങ്കിലും മുടിയട്ടെ, ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം, അതിൻ്റെ ഗുരുതരാവസ്ഥ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ പരക്കം പാഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള അവസ്ഥ ഇപ്പോൾ ബംഗ്ലാദേശിലില്ല. ബംഗ്ലാദേശ് കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് ഈ ട്രംപ് വന്നതിന് ശേഷമുള്ള കോൺസിക്വൻസ്. ട്രംപ് ബംഗ്ലാദേശിൽ ശ്രദ്ധിച്ചിട്ടില്ല. ട്രംപിൻ്റെ അജണ്ടയിൽ 150ാമത്തെ ഐറ്റമായിട്ട് പോലും ബംഗ്ലാദേശില്ല. ബട്ട് ഈ ആദ്യത്തെ 10 ഐറ്റങ്ങളുടെ അനന്തരഫലം ബംഗ്ലാദേശ് അനുഭവിക്കേണ്ടി വരുന്നു. ഒന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അമേരിക്ക പിന്മാറി. അമേരിക്ക പിന്മാറി എന്ന് പറഞ്ഞാൽ ഈ പണ്ടാരം തകർന്നു എന്നാണ് അർത്ഥം. കാരണം വേറെ ആരുടെയെങ്കിലും കാശില്ല. വല്ലവൻ്റെയും ചികിത്സയ്ക്ക് നമ്മളാരെങ്കിലും കാശ് മുടക്കില്ല. അമേരിക്കയ്ക്ക് ഇഷ്ടംപോലെ കാശുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഡോളർ പ്രിൻ്റ് ചെയ്യാം. രസം അതാണല്ലോ. നമുക്ക് തോന്നുന്ന പോലെ നോട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അമേരിക്കയ്ക്ക് ഇഷ്ടം പോലെ ഡോളർ പ്രിൻ്റ് ചെയ്യാം. ആ ഡോളറിനും വിലയുണ്ട്. ആ ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് ലോക സമ്പദ് വ്യവസ്ഥ. അതുകൊണ്ട് ഡോളർ ചുമ്മാ അങ്ങ് പ്രിൻ്റ് ചെയ്ത് കൂട്ടാൻ അവർക്ക് ഒരു ചുക്കും വേണ്ട. അതാണ് ലിബറലായിട്ട് ചെയ്യാം അവർക്ക്. യെസ്, അതാണ് അമേരിക്കയുടെ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ലോക കറൻസി ആയിട്ട് ഡോളറിനെ നിർത്താൻ അമേരിക്ക എക്കാലത്തും ശ്രദ്ധിക്കുന്നതും. ഇപ്പോൾ ബ്രിക്സ് വന്നു കഴിഞ്ഞപ്പോൾ ബ്രിക്സ് കറൻസി ഉണ്ടാക്കുമോ എന്ന് അമേരിക്കയ്ക്ക് പേടി. ട്രംപും പറഞ്ഞു കറൻസി മാറ്റാൻ ശ്രമിക്കാൻ, തട്ടിക്കളഞ്ഞാനല്ലേ അവനെയും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളും റഷ്യയൊക്കെ ചെയ്യുന്നത് എന്താ, നമ്മളും റഷ്യയും തമ്മിലുള്ള വ്യാപാരം അത് റൂബിൾ ഇതിലാക്കി. ഗൾഫിലെ കൺട്രീസ് അവരുടെ കറൻസി നമ്മൾ അംഗീകരിക്കാമെന്ന് പറയും, നമ്മുടെ കറൻസി അവരും അംഗീകരിക്കും. ഇങ്ങനെ ഇത് തന്നെ ഡോളറിന് ഭീഷണിയാണ്. അപ്പോൾ അമേരിക്ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിൻവലിയുക എന്ന് പറഞ്ഞാൽ WHO ഇല്ലാതെയാകുക എന്നാണ് അർത്ഥം. WHOയുടെയാണ് ഈ കൂടുതൽ NGOമാർ. WHO, പിന്നെ UNRWA, യൂണിസെഫ്, UNCATD, ഇങ്ങനെ വായിക്കൊള്ളാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഓക്സിജൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ പണമാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോജക്റ്റ് അട്ടപ്പാടിയിലുണ്ടാകും, കുറഞ്ഞ 10 ഉണ്ടാകുന്നു. ഇതിലേതെങ്കിലും അമ്മച്ചിയൊക്കെ അതിൻ്റെ ഹെഡായിട്ട് വേൾഡ് ഹെൽത്ത് ഫൈനാൻസ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ തന്നെ യുണൈറ്റഡ് നേഷൻസ് ചെയ്യുന്നതാണ്. ആ അമ്മച്ചി നമ്മളെടുത്ത് പത്മശ്രീ കൊടുക്കുക, അവരെ എടുത്തുകൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതെല്ലാം ഈ നാടകങ്ങൾ മുഴുവൻ ഈ പരിപാടിയോടെ അവസാനിക്കും. ഈ മുഹമ്മദ് യൂനിസ് ഇപ്പം തന്നെ പട്ടിണിയാണ്. 25,000 ടൺ അരി നമ്മൾ കൊടുത്തിട്ടാണ് അയാൾ കഞ്ഞി കുടിക്കുന്നത്. അല്ല, ബാക്കിയുടെ കൊടുത്തു, ഡിസംബറിൽ കൊടുത്തു, ജനുവരി ബാക്കിയുടെ കൊടുത്തു. 50,000 കാശിനാണ് കേട്ടോ, ഫ്രീ അല്ല. പ്രൈവറ്റ് പാർട്ടി കൊടുത്തതാണ്. 50,000 ഇന്ത്യ അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യം. നമ്മൾ കൊടുത്ത അരിയെടുത്ത് കഞ്ഞി വെച്ച് അത് പ്ലാവിൽ നിന്ന് കോരി കുടിക്കാൻ നേരത്ത് നമ്മളെ പാര വയ്ക്കാനായിട്ട് ആലോചിക്കുന്നു.
എന്നാൽ ഇതിനുള്ള പ്രാപ്തിയുണ്ടോ അതുമില്ല. 10 റൗഡികളുടെ ഒരു സാധനമാണ് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത്. ആർമി എന്നൊക്കെ അവർ സ്വയം പേരിട്ടിരിക്കുക. അവരുടെ കയ്യിലുള്ളതായ കുറച്ച് തോക്കും ശകല ഏർപ്പാടും ഒക്കെ ഉള്ളു, അല്ലാതെ എന്താ ആർമി. ഇവൻ്റെ ചൊറിച്ചിൽ തന്നെ മുഹമ്മദ് യൂനിസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ 4 കപ്പലടിച്ച് പോയി, അടിച്ചുകൊണ്ട് പോയി. കപ്പൽ എന്ന് പറഞ്ഞാൽ ഇടത്തരം കപ്പലൊക്കെയാണല്ലോ, ബംഗ്ലാദേശിന് വലിയ അങ്ങനത്തെ കപ്പലൊന്നുമില്ല. ഇവനത് കൊണ്ടുപോയിട്ട് ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യുകയാണ്. 3 കപ്പൽ ഞാൻ തിരിച്ചു തരാം, ഫ്രീ. ഒരെണ്ണത്തിനകത്ത് സാധനങ്ങളുടെ 10% വില അരക്കൻ ആർമിക്ക് തരണം. അതെന്താ നിനക്ക് 10% തരണം? എൻ്റെ സമുദ്രാതിർത്തി നിങ്ങൾ ലംഘിച്ചു. അരക്കൻ ആർമി സമുദ്രം അവൻ്റേതായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതിലേത് കപ്പൽ പോയി കഴിഞ്ഞാലും 10% എനിക്ക്. അങ്ങനെ റൗഡി പീസ് വാങ്ങിച്ചാണ് അരക്കൻ ആർമി നിൽക്കുന്നത്. ഈ തലവേദന ഒന്നും യൂനിസിന് പ്രശ്നമല്ല. യൂനിസിനും പ്രശ്നം ഇന്ത്യയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒരു സംഘർഷത്തിലേക്ക് വലിച്ചഴിക്കുക. നമ്മളാണെങ്കിൽ കയ്യും കെട്ടിയിരിക്കുകയാണ്. നീ എന്ത് സർക്കസ് കളിച്ചാലും അതിലൂടെ യൂനിസ് എന്താ ലക്ഷ്യം വെക്കുന്നത്? പിന്നെ അത് ഇന്ത്യയുടെ തലയിലായിക്കോളും. അവിടെ നിന്ന് ജിഹാദികൾ ഇങ്ങോട്ട് വരിക, അത് ഇതൊക്കെ ആയിട്ട് മൊത്തം ബംഗ്ലാദേശിനെ മാനേജ് ചെയ്യേണ്ട ചുമതലയായി ഇന്ത്യയുടെ തലയിലാകും. യൂനിസ് തിരിച്ച് അമേരിക്കയിൽ പോകും. രക്തസാക്ഷി പരിവേഷവുമായിട്ട് എന്നെ ഇന്ത്യ പുറത്താക്കി ചേട്ടാത്മ അടുത്ത നോബൽ സമ്മാനം മേടിക്കാൻ. ഒരുപക്ഷെ ഭൂമിയിൽ 2 സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആൾ മുഹമ്മദ് യൂനിസായിട്ട് മാറും. ട്രംപിനും ഇതറിയാം. കാരണം മുഹമ്മദ് യൂനിസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിലരി ക്ലിൻ്റൻ്റെ ഫൗണ്ടേഷനിലാണ്. മുഹമ്മദ് യൂനിസിനെ ഇവരെല്ലാം കൂടെ പ്രൊജക്റ്റ് ചെയ്ത് വലിയ ആളാക്കിയതാണ്. അല്ലാതെ എന്താ മുഹമ്മദ് യൂനിസ് മൈക്രോ ഫിനാൻസ് നടത്തിയെന്നാണ് മുഹമ്മദ് യൂനിസിന് ബ്ലേഡ് കമ്പനി. മൈക്രോ ഫിനാൻസ് അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് 2 നോബൽ സമ്മാനം കൊടുക്കണം. കാരണം അത് ഇതിലും ഭീകരമായിട്ട് നടത്തിയാണ്. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഒറീസയേക്കാൾ ചെറിയൊരു സ്ഥലമല്ലേ. കേരളത്തിൽ സക്സസ്ഫുള്ളായിട്ട് മൈക്രോ ഫിനാൻസ് നടത്തിയ ആളാരാ, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പോൾ നടേശനും ഇതില്ല, നോബൽ സമ്മാനമില്ല. നോബൽ സമ്മാനമില്ല. കാണിച്ചോളം കരകാരനില്ല, അതിന് എന്ത് നോബൽ സമ്മാനം? മുഹമ്മദ് യൂനിസ് അമേരിക്കയിൽ പോയിട്ട് അവർ പൊക്കി വലിയ ആളാക്കി. അയാൾ വന്നു. ഇപ്പോൾ അയാൾക്കെതിരെ സമരം നടന്നു. 10-25 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ അവാമി ലീഗിൻ്റെ ആദ്യമായിട്ടാണ് ഷേഖ് ഹസീന പുറത്താക്കിയതിന് ശേഷം അവാമി ലീഗിൻ്റെ ആൾക്കാർ ധൈര്യമായിട്ടൊരു പ്രകടനം നടത്തുന്ന കഴിഞ്ഞ ആഴ്ചയാണ്. 20-25 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റുവേഷൻ പതുക്കെ ബംഗ്ലാദേശിൽ മാറി വരികയാണ്. ബംഗ്ലാദേശ് ഇപ്പോഴും എൻ്റെ ദൈവമേ, എനിക്കറിയാം ഷേഖ് ഹസീനയെ തിരിച്ചു കിട്ടാനായിട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗിക്കും എന്ന് മുഹമ്മദ് യൂനിസ്. ഇയാൾ ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ കരാറിൽ, എക്സ്ട്രഡിഷൻ ട്രീറ്റി കരാറിൽ, അത് ഈ ക്രിമിനൽസിനെയൊക്കെ കൈമാറാൻ അത് ഇതൊക്കെയാണ്. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരെങ്കിലും ഓടിക്കേറി കഴിഞ്ഞാൽ അവർ കൊടുക്കാൻ ഈ കരാർ പ്രൊവിഷനില്ല. പൊളിറ്റിക്കൽ റീസൺസാണ്. പിന്നെ ബാക്കി നിങ്ങളുണ്ടാക്കുന്ന ക്രിമിനൽ റീസൺസാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ഭാരതത്തിൽ നടന്ന ഏത് കൊലപാതകവും നടക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി, അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങേർക്കല്ലേ, അതുകൊണ്ട് അങ്ങേര് ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഷേഖ് ഹസീനയെ ഇവർ തിരിച്ചു ചോദിക്കുന്നത്. വാസ്തവത്തിൽ പൊളിറ്റിക്കൽ റീസൺസിനാണ് അവരിവിടെ വന്നത്. അതുകൊണ്ട് എക്സ്ട്രഡിഷനൊന്നും നടക്കുകയൊന്നുമില്ല. ഇവർ അന്താരാഷ്ട്ര തലത്തിൽ എന്ത് പ്രശ്നത്തിൽ തമ്പുവാണ്. ബംഗ്ലാദേശ് ഒരു പ്രമേയം കൊണ്ടുവന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും? എനിക്കറിയില്ല. ഇങ്ങനെ പൊങ്ങച്ചമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാമോ പൊങ്ങച്ചം പറയട്ടെ എന്ന് വിചാരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ ഒരു കുന്തവും ബംഗ്ലാദേശിന് ചെയ്യാൻ സാധ്യമല്ല. ഈ ഇംപ്ലോഡ് ചെയ്യുക, ഇംഗ്ലീഷിൽ ഇംപ്ലോഷൻ എന്ന് വാക്കണം, അകത്തേക്ക് നമ്മുടെ നെട്ടൂർ ഫ്ലാറ്റുകൾ ഇംപ്ലോഷൻ, ഇങ്ങനെ ഇംപ്ലോഡ് ചെയ്യാൻ പോവാണ് ബംഗ്ലാദേശ്. മറ്റേത് എക്സ്പ്ലോഷനാണ്, പൊട്ടിത്തെറി നമ്മുടെയൊക്കെ മേത്ത് ചില കഷ്ണങ്ങളൊക്കെ വീഴും. ഇത് അതുമില്ല, ഇതെല്ലാം കൂടെ അകത്ത് തന്നെ അങ്ങ് ഇടിഞ്ഞു വീഴും. ആ അവസ്ഥയിൽ ഈ സിലിഗുരിയിൽ ഇന്നലെ നടത്തിയ ഈ സർക്കസ് കൊണ്ട് എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷേ സിലിഗുരി വരെയൊക്കെ ഹെലികോപ്റ്റർ പറപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ ചേട്ടാന്ന് കാണിക്കാനായിരിക്കും. ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്ത് ചെയ്യുമെന്നാണ്. ഞാൻ വാസ്തവത്തിൽ ഈ നമ്മളുടെ ചിക്കൻ നെക്ക് ഉണ്ടല്ലോ, അത് ഈ സമയത്ത് നമ്മൾ വീതി കൂട്ടണം. 20 കിലോമീറ്ററോ മറ്റാണ് ഇപ്പോൾ അതിൻ്റെ വീതി. ഒരു 50 കിലോമീറ്ററാക്കി മാറ്റണം.
ഒരടി അടിച്ചിട്ട്. അപ്പോൾ അവൻ്റെ സാധനം, അവൻ്റെ ഭൂമി നമ്മൾ പിടിക്കണ്ടേ? അതെ, അവൻ്റെ ഭൂമി നമ്മൾ പിടിക്കണം. പിടിച്ചാൽ എന്താ? എത്രയോ പേര് ലെബനൻ്റെ ഭൂമി ഇസ്രായേൽ അടിച്ചെടുത്തില്ലേ? ഇസ്രായേലിൻ്റെ വഴക്ക് ഹമാസുമായിട്ടാണ്. ഇതിനിടയ്ക്ക് ഹിസ്ബുള്ള കയറി ചൊറിഞ്ഞു. ഹിസ്ബുള്ളയെ ചൊറിയാനെന്നും പറഞ്ഞ് പോയ ഇസ്രായേൽ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. സിറിയയിലേക്കും പോയി. ഇസ്രായേൽ വലുതായി യുദ്ധം കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഭൂമി പിടിച്ചെടുത്താൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ബട്ട് അതൊരു നല്ല സ്ട്രാറ്റജി അല്ല എന്നാണ് റിട്ടയേർഡ് പട്ടാളക്കാരോടാണ് ഞാൻ സെർവിങ് പട്ടാളക്കാരോട് പറയാൻ. നമ്മൾ സംസാരിക്കാനും പാടില്ല, അവർ മറുപടി തരാനും പാടില്ല. റിട്ടയേർഡ് പട്ടാളക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളത് തൊടാതിരിക്കുക, അത് അവിടെ കിടന്ന് വഷളായിക്കോട്ടെ. എന്നിട്ട് അവർ വാസ്തവത്തിൽ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ അവാമി ലീഗ് അല്ലെങ്കിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP, ഈ രണ്ടിലൊന്ന് അവിടെ അധികാരത്തിൽ വരും. യൂനിസിന് ഇങ്ങനെ അധികകാലം കൊണ്ടുനടക്കാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും. എത്രയൊക്കെ വയലൻസ് ഉണ്ടായാലും പേരിനാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതിൽ ഒന്നുകിൽ ഷേഖ് ഹസീന അല്ലെങ്കിൽ മറ്റവർ ഖാലിദാസിയ, ഇവർ വരും. ഡെമോക്രസി ബേസിക്കലി ഡെമോക്രസി ആയി കഴിഞ്ഞാൽ, അതിനെ എല്ലാവരും അംഗീകരിക്കുന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിച്ചും പിടിച്ചുമൊക്കെ തീർക്കാൻ പറ്റും. വാട്ട് ക്യാൻ വി ഡു? ഇപ്പോൾ അവർ പറഞ്ഞു ലോകത്ത് ഈ ഇസ്ലാമിക് ഫോഴ്സസ് ഇങ്ങനെ പെരുമാറുന്നു, യു കനോട്ട് ചേഞ്ച് ദം. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് വി ഹാവ് ടു ഐസൊലേറ്റ് അവേഴ്സെൽസ് ഫ്രം ദിസ് കച്ചറ. നമ്മുടെ മേത്ത് ചെളി തെറിക്കാതെ, അല്ലാതെ ചെളിയെ സ്വർണ്ണമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ചെളിയായിട്ട് തന്നെ പെരുമാറും. മേത്ത് തെറിക്കാതെ നോക്കുക, നമ്മൾ ജാഗ്രത പാലിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കനൊക്കെ അവിടെ നിന്ന് ഒന്നിച്ച് ഇതിന് ഇപ്പോൾ ചൈനയ്ക്ക് അറിഞ്ഞൂടെ? ചൈന ചുമ്മാ അങ്ങോട്ട് ചിക്കനൊക്കെ മാന്തി എടുത്തുവെന്ന് വെച്ചു. അപ്പോഴും നമ്മളുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പോകും. ബംഗ്ലാദേശിന് കഴിവില്ല, സാമർഥ്യമില്ല, പട്ടാളമില്ല എന്ന്. ചൈനയ്ക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വരെ ചൈന അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അവർ ചെയ്യില്ല. ചിക്കൻ നെക്കിലൊന്നും ചൈന തൊടില്ല, പിന്നെയല്ലേ ബംഗ്ലാദേശിന്. നമുക്കിതിപ്പോൾ അർജൻറ്റായിട്ട് വലുതാക്കി ആ തലവേദനെടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അങ്ങനെ പൊക്കോട്ടെ. ഇതാണ് റിട്ടയേർഡ് പട്ടാളക്കാരുടെ അഭിപ്രായം. ഓഫ് കോഴ്സ് അവരുടെ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഗ്രാഹ്യമുള്ളവരാണ്. അവർ പറഞ്ഞപ്പോൾ ശരിയല്ലേ എന്ന് എനിക്കും തോന്നി. എന്നാലും ഇടയ്ക്ക് എനിക്ക് തോന്നി രണ്ടടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ഈ നാടൻ ചിന്തകൊണ്ടാണ്. കളി ഇത്തിരി കൂടുന്നുണ്ട്, രണ്ട് പെട. പക്ഷേ ഈ അടിക്കേണ്ടവനുണ്ടല്ലോ, അവൻ്റെ വിവേകം നമ്മളതിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മളുടെ വിവേകമല്ല, ഈ വികാരമാണ് നമ്മൾ രണ്ടെണ്ണം കൊടുക്കാമെന്നൊക്കെ പറയുന്നത്. കാരണം നമുക്ക് അടിച്ച ശീലമില്ല, ഈ പറഞ്ഞ ശീലമുള്ളൂ. അടിച്ച ശീലമുള്ളവനല്ലോ അടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളൊക്കെ നോക്കിയിട്ട് അവന് ആത്മവിശ്വാസമുണ്ട്. അടിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അടിക്കാം എന്നുള്ള ഇതുണ്ട്, തൻ്റെ ഇടമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നിൽക്കുന്നത്. നമ്മളെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നിയത്, അതായത് യൂനിസിന് എങ്ങനെയെങ്കിലും ഇന്ത്യ ഒരു ഇടപെടൽ നടത്തണം. അതാണ് യൂനിസിൻ്റെ ആവശ്യം. ഇടപെട്ടാൽ ഈ സാധനം ഞാൻ പോയി ഞാനൊഴിവായി. അപ്പോൾ ഏതായാലും ഇന്ത്യ ആ കെണിയിൽ വീഴാതെ ജാഗ്രതയോടെ നിൽക്കുകയാണ്. അതെ, ജാഗ്രതയ്ക്കൊരു കുറവുമില്ല. കെണിക്കകത്തൊന്നും ഇപ്പോൾ കെണിയിൽ വീഴുന്ന ഇതൊക്കെ കഴിഞ്ഞു. ആ സ്റ്റേജൊക്കെ ഇന്ത്യയുടെ പണ്ടേ കഴിഞ്ഞു. പക്ഷേ യൂനിസിൻ്റെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങിയില്ലേ? അങ്ങേർക്കൊരു കൗണ്ടേ ഇല്ലേ ഇപ്പോൾ. അതാണ് നോബഡി ഈസ് കൗണ്ടിങ്. സത്യം ഞാൻ പറയും, നോബഡി ഈസ് കൗണ്ടിങ്. ആര് യൂനിസിൻ്റെ വാക്ക് ആരാ കേൾക്കുന്നത്? അവിടെ ഒരു സുപ്രീം കോടതി ഉണ്ടായിരുന്നു. ആ സുപ്രീം കോടതി ജഡ്ജിമാരെണീറ്റ് ഓടിക്കളഞ്ഞു. ഒരു സംവിധാനവുമില്ല. അനാർക്കിസം. പട്ടാളത്തിൽ മുകളിലുള്ളവർ പറഞ്ഞാൽ താഴെയുള്ളവർ കേൾക്കില്ല. പോലീസുകാരിടയ്ക്ക് സമരം ചെയ്തു. വലിയ സുപ്രീം അരാജകത്വമാണ് അവിടെ. ഏതായാലും നമ്മുടെ വേലി കെട്ടൽ തകൃതിയായി ബാക്കിയുടെ പൂർത്തിയാവട്ടെ. ഇപ്പോൾ BSFനെ നമ്മൾ ഇരട്ടിയാക്കിയില്ലേ? വേലി കെട്ടാനുള്ള ഡ്യൂട്ടിയിലുള്ള BSFനെ ഇരട്ടിയാക്കിയത് മാത്രമല്ല, ടോട്ടൽ ഫോഴ്സ് നമ്മളുടെ ഇരട്ടിയാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ. ഇറ്റ് കോസ്റ്റ് മണി കേട്ടോ. അതെ, അല്ല, യുദ്ധത്തിനും പണം വേണം. യുദ്ധം ഉണ്ടായാലും പണം വേണം. ഏതായാലും സ്വാഭാവികമായി TJ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഇടിഞ്ഞ് വീഴട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.